ഒരു വിവരം കൂടിയുള്ളത് ഈ ജയിലിൽ കിടന്ന കാലം കുറയ്ക്കണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ പ്രതികളിൽ പലരും പൾസർ സുനിയൊക്കെ ഏതാണ്ട് 7 വർഷത്തോളം ജയിലിൽ കിടന്നതാണ്. അപ്പോൾ ആ ജയിലിൽ കിടന്ന വിചാരണ തടവായി കണക്കിലെടുക്കും. അങ്ങനെയാണെങ്കിൽ 20 വർഷം എന്ന ശിക്ഷ അയാൾ ഏതാണ്ട് ഒരു 12.5-13 വർഷം അനുഭവിച്ചാൽ മതിയായിരിക്കും. കാരണം അയാൾ ഇതിനോട് 7 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുക്കണം. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇനിയുള്ള ശിക്ഷാ കാലാവധി. എന്തായാലും 12-12.5 വർഷം അയാൾ ജയിലിൽ കിടക്കണം. വിചാരണ തടവ് ഈ ഘട്ടത്തിൽ ഈ കേസിൽ അത് കുറച്ചായിരിക്കും ഇനി അനുഭവിക്കേണ്ടി വരിക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 376 ഡിക്ക് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ 20 വർഷമാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് അയാളുടെ ഈ പ്രതികളുടെ ആകെ ശിക്ഷ. ഇതിൽ ഈ പ്രായമൊക്കെ കണക്കിലെടുക്കണം, കുടുംബ പശ്ചാത്തലമൊക്കെ കണക്കിലെടുക്കണം എന്ന് പറഞ്ഞത് ഈ ശിക്ഷയുടെ കാര്യത്തിൽ കോമണായി തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിൽ പ്രത്യേക ഇളവൊന്നും മറ്റ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം, അതീവ ജാഗ്രത, അതീവ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നുണ്ട്. അത് ദൃശ്യങ്ങളുടെ കോപ്പി അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് വിചാരണ കോടതി ജഡ്ജ് ഉത്തരവിൽ പറയുന്നുണ്ട്. അത് അതിജീവിതയെ സംബന്ധിച്ച് വളരെ അങ്ങേയറ്റം അത് എല്ലാ കാലത്തും അതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കോടതിയിൽ പോലും സുരക്ഷിതമല്ല എന്നൊക്കെയുള്ള ആശങ്ക പല പല കോടതികളിൽ അവർ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇവിടെ വിചാരണ കോടതി അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അതീവ ശ്രദ്ധയോടെ സൂക്ഷിക്കണം, കൈകാര്യം ചെയ്യണം എന്ന് വിചാരണ കോടതി ജഡ്ജ് പറയുകയും ചെയ്യുന്നുണ്ട്.